കട്ടൻ ചായക്ക് ഇത്ര മധുരവും മണമൊക്കെ കിട്ടിയതും അതും ഫൈസയും അവൻ്റെ അപ്പൂപ്പനും കൂടെയുള്ള വർത്താനവും ഒക്കെ നമ്മുടെ ഉള്ളിൽ ആ മണത്തോടു കൂടി എത്തിച്ചതാണ് ഉസ്താദ് ഹോട്ടൽ. അവിടെയൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ പണ്ടാരം അടങ്ങാണെന്ന് അറിയില്ലേ. നിങ്ങൾ ആസ്വദിക്കുന്നതിൻ്റെ ഒരു 1000 ഇരട്ടി ഞാൻ പണ്ടാരടങ്ങിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത്രയും ഗംഭീരമായിട്ട് ഞാൻ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയ്ക്ക് ശേഷം ഉണ്ടായിട്ടില്ല. അനൽമേലെ പനിത്തുളി ആ പാട്ട് കേൾക്കും പോലെ പൂക്കൾ പൂക്കും തരുണം അതേ ശ്രേണിയിൽ വെച്ചിരിക്കുന്നൊരു പാട്ടാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പുതുവെള്ളേ മഴയൊക്കെ പോലെ മഴ എന്നൊക്കെ പാട്ടില്ല, അതുപോലെ ഒരു പാട്ട് വേണം. അപ്പോൾ ഞാൻ ആ ഒരു മൂഡ് പിടിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഷബാസിക്ക പാടുമ്പോൾ ഗായകനല്ല നമുക്ക് ഫീൽ ചെയ്യുക, എൻ്റെ ആത്മാവിനെയാണ് ഫീൽ ചെയ്യുക. എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ പോകുന്നത് മലയാളികൾ ഒരു പക്ഷേ ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള തവള കരയുന്ന സൗണ്ടൊക്കെയാണ് ഇടുന്നത്. റഹ്മാൻ സാറിൻ്റെ കണ്ണാളനെ അതിൻ്റെ ഒരു ക്ലാപ്പ്, അതിൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി, ഒപ്പം ഈ പാട്ടിൻ്റെ എഡിറ്റിംഗ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു സാരെങ്കിലും വായിപ്പിച്ചു. ആ പീസാണ് പിന്നീട് എൻ ടൈറ്റിലോട്ടൊരു പാട്ടാക്കി ഞാൻ മാറ്റിയത്. വെറുതെ ഒരു ബോട്ട് പോകുമ്പോഴാണ് നിമിഷമിത, അത് നിങ്ങൾ എന്താണ് ഓഹോ ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞു. നിങ്ങളുടെ സന്തോഷം, നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടല്ലേ സന്തോഷം. ആ ഓഹോ ഇപ്പോഴും ഞാൻ എനിക്ക് പറ്റാത്ത സാധനം. മൊബൈൽ റിംഗ് ടോൺ വരുന്നു പറഞ്ഞത്, നിങ്ങൾക്കത് കിട്ടുന്ന മൊബൈൽ റിംഗ് ടോൺ, ഞങ്ങൾക്കത് മ്യൂസിക്കൽ നൊട്ടേഷനാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാണ് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആരും ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പാട്ട് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്നത്. തനി രാവണൻ 10 തലയായവന്. ഒരു ടി ജംഗ്ഷൻ എത്തുമ്പോൾ ലെഫ്റ്റ് പോകണോ റൈറ്റ് പോകണോ തീരുമാനിക്കേണ്ട സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ സമയത്ത് ബോൾഡായിട്ട് ഞാൻ ലെഫ്റ്റോ റൈറ്റ് എന്നോ തീരുമാനിച്ച് മുമ്പോട്ട് പോകുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഗോപി സുന്ദരാണ് നമുക്കൊപ്പോൾ ഉള്ളത്. ഹായ്. ഇന്ന് ശരിക്കും ഞാൻ കുറച്ചൊരു അധിക പ്രസംഗിയാവും കേട്ടോ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കൈ കിട്ടുമ്പോൾ ഈ പിഴിഞ്ഞെടുക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ രാത്രി പാട്ട് കേൾക്കുന്ന സ്വഭാവം അധികം ഇല്ലാത്ത ആളാണ്. പക്ഷേ ഒരു മെഴുതിരിയുടെ ഒരുപാട് പ്രാവശ്യം ഞാൻ കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ്. അത് കുഞ്ചാക്കോബനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും നന്നായിട്ട് റൊമാൻസ് എനിക്ക് ഫീൽ ചെയ്തൊരു പാട്ട് അനൽമേലെ പനിത്തുളി ആ പാട്ട് കേൾക്കും പോലെ ഹാരിസ് ജയരാജിൻ്റെ, അതേപോലെ ജി വി പ്രകാശ് സാറിൻ്റെ പൂക്കൾ പൂക്കും തരുണം ഇല്ലേ, ആ സോങ്ങൊക്കെ പോലെ അതേ ശ്രേണിയിൽ വെച്ചിരിക്കുന്നൊരു പാട്ടാണ്. ഇത് ശരിക്കും ഒരു താരാട്ട് പാട്ട് പോലെ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം ഓമന തിങ്കൾ കിടാവോ ഒക്കെ അതിനകത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ മനസ്സിലകത്തേക്ക് വരണം റൊമാൻറ്റിക് സോങ്സ് എന്നുള്ളത് എവിടെ നിന്നാണ് ശരിക്കും കിട്ടിയത്? വൈശാഖ് സഹായിച്ചു. വൈശാഖിൻ്റെ ലൈഫിൽ വൈശാഖൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്ച്വലി കമ്പോസ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാക്സിമം പോയ ഒരു 15-20 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ ആ കമ്പോസിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു പുതുവെള്ളേ മഴയൊക്കെ പോലെ മഴ എന്നുള്ള പാട്ടില്ല, അതുപോലെ ഒരു പാട്ട് വേണം. അപ്പോൾ ഞാൻ ആ ഒരു മൂഡ് പിടിച്ചാണ് ചെയ്തിരിക്കുന്നത്. സോ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പാട്ട്. എൻ്റെ മിക്ക പാട്ടുകളും അങ്ങനെയാണ്, ഇങ്ങനെ ബുദ്ധി ഇങ്ങനെ സ്ക്വീസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഇല്ല, നാച്ചുറലി വരുന്ന പോലെ അങ്ങ് ചെയ്യും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. യശോനും അതുപോലെ തന്നെ എൻജോയ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും എൻജോയ് ചെയ്ത് ചെറിയ പാട്ടാണ്. അത് കഴിഞ്ഞൊരു ചായ കുടിക്കാൻ വേണ്ടി ചെറിയ ബ്രേക്ക് എടുത്തു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പോഴാണ് എൻ്റെ ചരണം വരുന്നത്. ഓരോ നിമിഷ ചഷകം സ്മൃതികളാൽ തിരര തിരി എനിക്ക് എപ്പോഴും എൻ്റെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു മേജർ മൈനർ സ്കെയിലിലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ശലഭങ്ങളായുയർക്കുമോ അനുരാഗികൾ സഖി, ആ ഒരു ചേഞ്ച് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഒരു സ്വഭാവമാണ്. എനിക്ക് പെട്ടെന്ന് ഒരു മൈനർ സ്കെയിലിൽ പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടിൽ പെട്ടെന്നൊരു മേജർ സ്വഭാവം കാണിക്കണം എന്നൊക്കെ തോന്നുന്നത് എൻ്റെ ഒരു ഇഷ്ടമുള്ള മേഖല ആയതുകൊണ്ട് തന്നെ ശലഭങ്ങളായി എന്നുള്ള വാക്കിലോട്ട് വരുമ്പോൾ അതിലൊരു മേജർ ഫീലൊക്കെ കൊടുത്ത് മ്യൂസീഷ്യൻഷിപ്പും നന്നായിട്ട് കാണിക്കാൻ പറ്റി. അത് ഡയറക്ടറിനും ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തന്നെ നമ്മളത് റെക്കോർഡ് ചെയ്ത് തീർത്തു. ഷഹബാസ് അമൻ പാടി, മൃദുലയും കൂടിയാണ് പാടിയത്. ആ നെക്സ്റ്റ് ഡേ ആയിരുന്നു റെക്കോർഡിങ് തന്നെ. അത് 1 ഡേ തന്നെ ഞാൻ ഓർക്കസ്ട്രേഷൻ കഴിച്ചു. അതിനുശേഷം കുറച്ച് അഡീഷണൽ കുറച്ച് വയലിനും
ഒരു ബോംബെയിലെ ഒരു ആർട്ടിസ്റ്റിനോട് ഞാൻ അതിൻ്റെ സാരംഗിയൊക്കെ വായിപ്പിച്ചു. ഉം. വിത്തിൻ 2-3 days ഇറ്റ്സ് ഓവർ. അങ്ങനെയാണ് അത് ചെയ്തത്. ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെയാണ് എല്ലാം ചെയ്യുന്നത്. എൻ്റെ ഒരു ബേസിക് നിഗമനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് അധികം വർക്ക് ചെയ്തത് ഇറ്റ്സ് ലൈക്ക് നമുക്കതിൽ ഫീൽ ചെയ്താണ് ചെയ്യുന്നത്. സോ അത് ആ ഫീൽ അതിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. എല്ലാവരും കേൾക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴും ഒരുപാട് പേര് ആ പാട്ടിനെ കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഇൻട്രേറ്റർ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം രജനീഷ് പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഈ ആ പാട്ടിനെ പാട്ടിനെ കുറിച്ച് കുറിച്ചാണ്. പറയണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഉള്ളിലുള്ള വികാരം എനിക്ക് മനസ്സിലായി. ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞ് തീർത്തു എന്ന് വിചാരിക്കരുത്, ഞാൻ ആ. തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ. അതായത് ഇതിനകത്ത് മൃദുലയുടെ ശബ്ദത്തിൽ ചില ആ. സ്ഥലത്ത് ആ ഒരു സാധനം ഇല്ലേ, ഓക്കെ. അതൊക്കെ എങ്ങനെയാണോ ബ്ലെൻഡ് ആവേണ്ട മ്യൂസിക്കുമായിട്ട് അത്രയും നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഓക്കെ. ഷഹബാസ് അമന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രാണൻ അലയും ഇതുപോൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ പ്രാണനും കൂടെ അതെ, അതെ. അതിൽക്കൊപ്പം സഞ്ചരിക്കും. അതെ. അതൊരു ഗായകൻ പാടുന്നതായിട്ടാണോ നമ്മുടെ സോള് പാടുന്നതായിട്ടാണോ എന്ന് എനിക്കറിയില്ല. അത്രയും ഇഴുകിച്ചേർന്നാണ്. അതെ. ഷഹബാസ് അമനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി തോൽപ്പിക്കുന്ന ഒരു മനുഷ്യനായി മാറും. ഓക്കെ. അത്രയും ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് ഷഹബാസ് അമനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉം. അത്രയും വലിയൊരു ഭാഗ്യവും കൂടെ കിട്ടിയിട്ടുണ്ട് ആ പാട്ടിലെന്നാണ്. ഡെഫിനറ്റ്ലി. അതായത് ഷഹബാസിക്കയുടെ പാട്ട്, ഷഹബാസിക്ക പാടുമ്പോൾ ഗായകനല്ല നമുക്ക് ഫീൽ ചെയ്യുക, ആ. എൻ്റെ ആത്മാവിനെയാണ് ഫീൽ ചെയ്യുക. അല്ല, മൃദുല പാടുമ്പോഴും മൃദുലയുടെ വോയിസ് ടോണും കുറച്ചൊന്ന് മാറ്റി ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഒരു വേറൊരു ടോണിലാണ് പാടിച്ചിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും മൃദുലയുടെ വേറൊരു ഒറിജിനൽ ടോണിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു, എപ്പോഴും ഞാനും വൈശാഖും കൂടി പറയുന്നു, അതിൽ മറ്റേ ടോൺ പിടിക്കും. ഉം. എന്നിട്ട് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടോണിൽ അത് പാടിച്ചിരിക്കുന്നത്. ഉം. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു പാട്ടാണ്. മാത്രമല്ല സാധാരണ മലയാള സിനിമയിലൊക്കെ വരുന്ന ഒരു 3-4 ദിവസം കണ്ടിന്യൂ ഷൂട്ട് ഉണ്ടായിരുന്നു ഉം. ആ പാട്ട്. എന്നുവെച്ചാൽ ആ സംവിധായകൻ അത്രയും രസിച്ച് അത് ആസ്വദിച്ച് വിഷ്വലൈസ് ചെയ്ത ഒരു പരിപാടിയായിരുന്നു അത്. പിന്നെ അതിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തുമ്പോൾ ഇങ്ങനെ ആ ഹീറോ ഒരു വയലിനിസ്റ്റ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ കുഞ്ഞിന് വേണ്ടി വയറ്റിലിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട്, അപ്പം അവിടെ ഒരു വയലിൻ പീസ് വേണമെന്ന് പറഞ്ഞപ്പം എന്തുകൊണ്ട് ഓമന തിങ്ങൾക്കിടാവെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ അതിലൊരു നല്ല രീതി മ്യൂസിക്കലി ഈ പാട്ടും ഓമന തിങ്ങൾക്കിടാവായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ബീജത്തിൽ എങ്ങനെ വരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. ഞാനും വൈശാഖും വിചാരിച്ചിട്ടില്ല. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ വരുന്നത്. അപ്പം ഈ ഓമന തിങ്ങൾക്കിടാവെന്നുള്ള സാധനം ബീജത്തിൽ കയറ്റിയല്ലോ, മ്യൂസിക്കാലിറ്റി അതിനെ സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വി ക്യാൻ മേക്ക് ഇറ്റ് ഹാപ്പൻ. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്കെയിൽ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വീണ്ടും ഒരു പർട്ടിക്കുലർ കോഡിലൂടെ തിരിച്ച് ആ ഏരിയ ഇപ്പോഴും എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഡിസ്കസ് ചെയ്യാറുണ്ട്. മ്യൂസീഷ്യൻസ് തന്നെ ഡിസ്കസ് ചെയ്യാറുണ്ട്, ഇങ്ങനൊരു പാട്ടിൽ അങ്ങനെ വന്നു. അതൊരു മ്യൂസിക് മാത്രമല്ല, അത് വിഷ്വലൈസേഷനെ സഹായിച്ചെന്ന് വെച്ചാൽ അവിടുത്തെ അവർ തമ്മിലുള്ള കെയറിംഗ് ഇല്ലേ, ആ ബോണ്ടിൽ ഈ ഓമന തിങ്കൾക്കിടാവ് വരുമ്പോൾ അത് കാമുകിയുടെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നതിനെ കുറിച്ചുള്ളൊരു വിഷ്വലൈസേഷനാണ്. നമ്മൾ സിനിമ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി തന്നെ ട്യൂൺഡ് ആയി കഴിഞ്ഞിരുന്നു. ആ റിലേഷനിൽ ഇങ്ങനെ ഒരു സംഗതി, ഒരു ബോണ്ടാണ് വരുന്നത് എന്നുള്ളത്. അപ്പം ഇത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഭയങ്കര രസമുള്ള ബ്ലെൻഡ് അതിനകത്ത് സംഭവിച്ചു. അതെ, എല്ലാം ഇങ്ങനെ സംഭവിക്കുന്നതാണല്ലോ, നല്ല മാജിക് എന്ന് പറയുന്നത്. സംഭവിക്കണം, അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പാട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, സംഭവിക്കണം. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നതാണ്. നമുക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ചിന്ത വരുന്നതൊക്കെ ഒരു അനുഗ്രഹം എന്നാണെങ്കിൽ പറയാം. അടിപൊളി.